ഒരു സ്ത്രീയെ ഇരുത്തിയിട്ട് 200 പേര് ചുറ്റിലും നിന്ന് തെറി വിളിക്കുകയും എന്നെ ഉപദ്രവിക്കുകയും മാനസികമായിട്ടും ശാരീരികമായിട്ടും ഉപദ്രവിക്കുകയും ചെയ്യുമ്പോൾ എൻ്റെ തൊട്ട് മുമ്പിലിരുന്നുകൊണ്ട് റഹീം പറഞ്ഞ വാക്കുകളൊക്കെ ഞാൻ ഓർത്തു പോവുകയാണ്. റഹീം അതിനെ കൈകൊട്ടി ചിരിച്ച് ആഹ്ലാദിക്കുകയാണ്. മാത്രമല്ല ആ കുട്ടികൾ പറഞ്ഞത്, എന്തിനാ വയസ്സനോട് നീ എന്താ ഇങ്ങനെ ഒരു ബന്ധം കാത്തു സൂക്ഷിക്കുന്നത്? അതാണ്ട് ചെറുപ്പക്കാരായിട്ടുള്ള ഒരുപാട് പയ്യന്മാരുണ്ടല്ലോ ചുറ്റിലും. നമസ്കാരം. നിനക്ക് ഈ വയസ്സനെ മാത്രമേ കിട്ടിയുള്ളൂ? നല്ല ചെറുപ്പക്കാർ പിള്ളേർ ഇവിടെ ഉള്ളപ്പോൾ എന്തിനാടി ആ വയസ്സൻ്റെ അടുത്ത് പോകുന്നത്? ഇതേതെങ്കിലും പൈങ്കിളി വാരികയിലെ കഥയിലെ വാക്കുകളല്ല. ഒരു 7 കൊല്ലം മുൻപ്, കൃത്യമായി പറഞ്ഞാൽ 2017 മാർച്ച് 30 ഇപ്പോഴത്തെ എംപിയും അന്നത്തെ DYFI നേതാവുമായ സഖാവ് റഹീമിൻ്റെ നേതൃത്വത്തിൽ ഒരു കൂട്ടം SFI ക്രിമിനലുകൾ മണിക്കൂറുകളോളം തടഞ്ഞുവെച്ച് ക്രൂരമായ മാനസിക പീഡനത്തിനിരയാക്കിയ കേരള സർവകലാശാല സ്റ്റുഡൻറ് സർവീസസ് ഡയറക്ടർ പ്രൊഫസർ ഡോക്ടർ വിജയലക്ഷ്മിയോട് പറഞ്ഞ വാക്കുകളാണിത്. മാതാപിതാ ഗുരു ദൈവം എന്നാണ് ചൊല്ല്. എന്നാൽ ഒരു തരത്തിലും മനുഷ്യരുടെ ഗണത്തിൽ കൂട്ടാൻ കഴിയാത്ത കമ്മ്യൂണിസ്റ്റുകാരന് അങ്ങനെയല്ല. അവർക്ക് മാതാവിനും പിതാവിനും ഗുരുവിനും ദൈവത്തിനും മീതെയുള്ളത് അന്തവും കുന്തവും വെളിവും വെള്ളിയാഴ്ചയും മാനവും മര്യാദയും മാനക്കേടും നാണക്കേടുമില്ലാത്ത പാർട്ടി നേതാവാണ്. അതുകൊണ്ടാണല്ലോ പിണറായി വിജയനെയും റഹീമിനെയും പോലെയുള്ള നേതാക്കളുടെ പിന്നാലെ ഇവരിങ്ങനെ വാലുമാട്ടി നടക്കുന്നത്. സ്വന്തം മക്കളെപ്പോലെ കരുതുന്ന താൻ പഠിപ്പിക്കുന്ന കുട്ടികൾ മുഖത്ത് നോക്കി ഇത്തരം വാക്കുകൾ തുപ്പുകയും തലമുടിയിൽ പിടിച്ചു വലിക്കുകയും മൊട്ടുസൂചിയും പേനയും കൊണ്ട് കുത്തി വേദനിപ്പിക്കുകയും ചെയ്തപ്പോൾ വിജയലക്ഷ്മി എന്ന ആ പാവം അധ്യാപികയുടെ മനസ്സ് ഒരു നിമിഷമെങ്കിലും എരിഞ്ഞിട്ടുണ്ടാകും. ആ എരിച്ചിലിൽ ഇതൊക്കെ ചെയ്തു കൂട്ടിയ കമ്മ്യൂണിസ്റ്റ് പരീക്ഷകളുടെ ഭാവിയുണ്ടല്ലോ, അത് വെന്ത് വെണ്ണീറായി പോകുക തന്നെ ചെയ്യും. ഇന്ന് ഡോക്ടർ വിജയലക്ഷ്മി US ഹൂസ്റ്റണിലാണ്. മഹാനായ MP സഖാവ് റഹീം 2 ദിവസം മുൻപ് മാധ്യമങ്ങളുടെ മുന്നിൽ വന്നിരുന്ന ആര്യ രാജേന്ദ്രൻ എന്ന സ്വന്തം പാർട്ടിക്കാരിക്ക് വേണ്ടി മുതല കണ്ണീരൊഴുക്കുന്നത് കണ്ടപ്പോൾ തോന്നിയത് അറപ്പാണ്, അറപ്പ്. മേൽമൂടി തുറന്നു വെച്ച ഒരു സെപ്റ്റിക് ടാങ്ക് കാണുമ്പോഴുണ്ടാകുന്നതിനേക്കാൾ അറപ്പ്. തനിക്ക് നേരിട്ട ദുരനുഭവത്തെക്കുറിച്ച് ഡോക്ടർ വിജയലക്ഷ്മി DNA ന്യൂസിനോട് പറയുന്നു. കേൾക്കണം. മക്കളുള്ള ഓരോ അച്ഛനമ്മമാരും, ഈ സമൂഹത്തിൽ ജീവിക്കുന്ന ഓരോ മനുഷ്യരും. നമസ്കാരം. ഞാൻ ഡോക്ടർ വിജയലക്ഷ്മി. നേരത്തെ കേരള യൂണിവേഴ്സിറ്റി സ്റ്റുഡൻറ് ഡയറക്ടറായിട്ട് പ്രവർത്തിച്ചിട്ടുള്ള ആളാണ്. എന്നെ നിങ്ങൾക്ക് പരിചയമുണ്ടാവുമെന്ന് ഞാൻ കരുതുന്നു. ഇന്ന് നമ്മുടെ മേയർ ആര്യയ്ക്ക് വേണ്ടിയിട്ട് അവരുടെ സ്ത്രീത്വത്തെ കളങ്കപ്പെടുത്തുന്ന രീതിയിൽ പ്രവർത്തിച്ചു എന്നൊക്കെ ന്യായീകരിച്ചുകൊണ്ടും വാദിച്ചുകൊണ്ടുമൊക്കെ അവതരിപ്പിക്കുന്ന റഹീമിനെയൊക്കെ കണ്ടപ്പോൾ സത്യത്തിൽ എനിക്ക് എന്താണ് പറയേണ്ടതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എങ്ങനെ ഇവർക്ക് ഇതൊക്കെ സാധിക്കുന്നു? എന്തൊരു മനോഭാവമാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അന്ന് ഞാൻ സ്റ്റുഡൻറ് ഡയറക്ടറായിട്ട് പ്രവർത്തിച്ചിരുന്നപ്പോൾ ഗവൺമെൻറ്റിൽ പക്കെ ഇന്ന് നമ്മൾ കാശ് മേടിച്ചാൽ അതിൻ്റെ ബിൽസ് ആൻഡ് വൗച്ചേഴ്സ് കൊടുക്കണം എന്നുള്ളത് ഏത് കൊച്ചുകുട്ടിയോട് ചോദിച്ചാലും അറിയാവുന്നതാണ്. വർഷങ്ങളായിട്ട് ഇവർ കാശ് വാങ്ങിക്കുകയും ആ പൈസ തിരിച്ച് അതിൻ്റെ ബില്ല് കൊടുക്കാതെ ഇപ്പോഴും പല ഡയറക്ടേഴ്സ് പെൻഷൻ പറ്റിയിട്ടില്ല. അവിടെ കോടികൾ പെൻഡിങ് കിടക്കുകയാണ്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിലാണ് ഞാൻ അവിടെ പോകുന്നത്. അപ്പോൾ ആ ബില്ലും വൗച്ചേഴ്സൊക്കെ തിരിച്ചു തരണം എന്ന് ചോദിക്കുന്നത് അത്ര വലിയ തെറ്റാണോ? പക്ഷേ ഞാനിത് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നിട്ടും കാര്യമില്ല. മാത്രമല്ല, അപ്പോൾ യൂണിവേഴ്സിറ്റി ഫെസ്റ്റിവൽ നടക്കുന്ന സമയത്ത് പൈസയുടെ ആവശ്യമുള്ളത് എനിക്ക് മനസ്സിലായത് കൊണ്ടാണ് ഞാൻ ഇവരോട് ഇതൊക്കെ പറയുവാണെങ്കിൽ പോലും എൻ്റെ സെക്ഷൻ ഓഫീസറെ വിളിച്ചിട്ട് ആ പൈസ റിലീസ് ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു വെക്കി, ഞാൻ ബില്ല് ഒപ്പിട്ട് തരാം എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ പ്രോ വൈസ് ചാൻസലറുടെ റൂമിൽ പോയത്, അദ്ദേഹത്തിനെ ഒരു അഡ്ഹോക് കമ്മിറ്റിക്ക് വിളിച്ചുകൊണ്ട് വരാൻ വേണ്ടി. പക്ഷെ ഇവർ കരുതിക്കൂട്ടി ഈ പറഞ്ഞ റഹീമിൻ്റെ നേതൃത്വത്തിൽ 200 പേര്, പെൺകുട്ടികൾ ആൺകുട്ടികൾ ഉൾപ്പെടെയുള്ള, അത് സ്റ്റുഡൻസ് മാത്രമല്ല, അവരുടെ ഒരു വാർഡ് മെമ്പർ ഉൾപ്പെടെ അവരൊരു ഗുണ്ടാന്ന് കൊണ്ട് നടക്കുന്ന മുട്ടത്തറ അഞ്ജു എന്ന് പറയുന്ന കുട്ടിയൊക്കെ കൊണ്ടുവന്നു. അവിടെ എന്താണ്, ഒരു സ്ത്രീയെ ഇരുത്തിയിട്ട് 200 പേര് ചുറ്റിലും നിന്ന് തെറി വിളിക്കുകയും എന്നെ ഉപദ്രവിക്കുകയും മാനസികമായിട്ടും ശാരീരികമായിട്ടും ഉപദ്രവിക്കുകയും ചെയ്യുമ്പോൾ എൻ്റെ തൊട്ട് മുമ്പിലിരുന്നുകൊണ്ട് റഹീം പറഞ്ഞ വാക്കുകളൊക്കെ ഞാൻ ഓർത്തു പോവുകയാണ്. എങ്ങനെ ഇതൊക്കെ സാധിക്കുന്നു ഇവർക്ക്? താൻ ആരെന്നാ വിചാരം?
താൻ ഒരു സ്ത്രീയായിപ്പോയി, അല്ലെങ്കിൽ കൊന്നു കളയും, ഒരു 10 പ്രാവശ്യമെങ്കിലും പറഞ്ഞാണ്. അതിനെക്കാട്ടിലും എനിക്ക് വിഷമായത് കുട്ടികളെല്ലാം എൻ്റെ ചെവിയിൽ ഉറക്ക തെറി വിളിക്കുകയാണ്. ആ തെറി എന്ന് പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ ഞാൻ കേട്ടിട്ടുള്ള തെറികളാണ്. അതിനെല്ലാം ഉപരിയായിട്ട് കുട്ടികൾ പറയാം, എനിക്കും അന്നത്തെ വൈസ് ചാൻസലറും അവിഹിതമായിട്ടുള്ള ബന്ധം, എൻ്റെ അച്ഛൻ്റെ തുല്യമായിട്ട് കാണുന്ന ഒരു മനുഷ്യനെക്കുറിച്ച് അവർ പറയുകയാണ് ഞങ്ങൾക്ക് അവിഹിതമാണെന്ന്. ഏറെയും അതിനെ കൈകൊട്ടി ചിരിച്ച് ആഹ്ലാദിക്കുകയാണ്. മാത്രമല്ല ആ കുട്ടികൾ പറഞ്ഞത്, എന്തിനാ വയസ്സനോട് നീ എന്താ ഇങ്ങനെ ഒരു ബന്ധം കാത്തു സൂക്ഷിക്കുന്നത്? അതാണ്ട് ചെറുപ്പക്കാരായിട്ടുള്ള ഒരുപാട് പയ്യന്മാരുണ്ടല്ലോ ചുറ്റിലും, അവരോട് പൊയ്ക്കൂടെ എന്നാണ് ചോദിച്ചത്. ഒരു അമ്മയ്ക്ക് തുല്യമായ ഒരു സ്ത്രീയെ നോക്കി അവർ കുട്ടികളെ കൊണ്ട് പറയിച്ചപ്പോൾ ഒരു ഉത്തരവാദിത്വമുള്ള അന്നത്തെ സിൻഡിക്കേറ്റ് മെമ്പറാണ് കൈതട്ടി ചിരിക്കുകയാണ്. ഇന്ന് വന്ന് ഒരു എന്താ പറയുക ആക്ഷൻ കാണിച്ച് അത് ആ കുട്ടിക്ക് ഭയങ്കര മോശമായിപ്പോയി. ഞാൻ അതിലില്ല എന്നല്ല പറയുന്നത്, 2 നിലപാടെടുക്കുന്ന എന്തിനാണ് അങ്ങനെ പറയാം. അപ്പോൾ ആ ചുറ്റിലുള്ള പയ്യന്മാർ വരുന്നോന്ന് എന്നെ നോക്കി ചോദിച്ചു. ഞാൻ ഇത്തിരി ധൈര്യമുള്ള ഒരാളൊക്കെ തന്നെയാണ്, പക്ഷെ ഞാൻ മോറലായിട്ട് തളർന്നു പോയി ആ വാക്കുകൾ കേട്ടിട്ട്. ഈ 10-20 വർഷം ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ടീച്ചറാണ്, എൻ്റെ മക്കളുടെ പ്രായം പോലും ഇല്ലാത്ത കുട്ടികൾ എന്നോട് ചോദിക്കുകയാണ് നീ എൻ്റെ കൂടെ വരുന്നോന്ന്. അതിനെ കൈതട്ടി പ്രോത്സാഹിപ്പിച്ച ഈ രഹീം അതും കേട്ടുകൊണ്ട് കയറി വന്ന നമ്മുടെ ശിവൻകുട്ടി MLA ഉണ്ടല്ലോ, ബഹുമാനപ്പെട്ട ശിവൻകുട്ടി MLA, ആണോ ടീച്ചറെ അവരൊക്കെ പറയുന്നത് ശരിയാണോ എന്ന് ചോദിച്ചുകൊണ്ടാണ് കയറി വന്നത്. അപ്പോൾ എൻ്റെ ഒരു മാനസികാവസ്ഥ എന്തായിരിക്കുമെന്ന് നിങ്ങൾക്കൊന്ന് ആലോചിക്കണം. ഇവരൊക്കെയാണ് നമ്മുടെ നേതാക്കൾ. എനിക്ക് ആരെയും വ്യക്തിഗത ചെയ്യണമെന്നോ പ്രത്യേകിച്ച് അതിനകത്ത് നേട്ടമുണ്ടാക്കണമെന്നോ ഒന്നുമില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ ഇതിനെതിരെ പ്രതികരിക്കണം എന്ന് തോന്നിയത്, ഇത് ശരിയല്ല. ആരെങ്കിലൊക്കെ പറയണ്ടേ ഇങ്ങനെയൊക്കെയാണ് സംഭവിക്കുന്നതെന്ന്. രഹീമിനൊക്കെ ആ സമയത്ത് ഒരു റിസർച്ച് സ്കോളറാണ്. ഞാൻ അവിടുത്തെ ഒരു യൂണിവേഴ്സിറ്റിയിലെ ഒരു ടീച്ചറും. ഒരു ടീച്ചറോട് എങ്ങനെ ബിഹേവ് ചെയ്യണം എന്ന് പോലും അറിയാത്തവരാണ് നമ്മളെ നയിക്കുന്നവർ. അവരിന്ന് വന്ന് വേദിയിലിരുന്ന് സ്ത്രീ സുരക്ഷയെക്കുറിച്ച് സംസാരിക്കുന്നു, മറ്റുള്ളവരെ ഭീഷണിപ്പെടുത്തുന്നു. അന്നത്തെ സമയത്ത് രാഘവൻ എന്ന് പറഞ്ഞ ഒരു സാറായിരുന്നു രജിസ്ട്രാർ. അദ്ദേഹത്തിനൊക്കെ പേര് വിളിക്കുകയാണ്, ഡോ ഡോ എന്നൊക്കെയാണ് വിളിക്കുന്നത്. ഇങ്ങനെയൊക്കെ സാധിക്കുന്നു? സാധാരണ കൊച്ചു കുട്ടിയായിട്ടിരിക്കുമ്പോൾ അച്ഛനമ്മമാർ എങ്ങനെയാണ് നമ്മൾ വയസ്സിൽ മൂത്ത ആൾക്കാരെ ബഹുമാനിക്കുന്നത് എന്നൊക്കെ പഠിപ്പിച്ചല്ലേ കൊടുക്കുന്നത്. ഇവർ ആ ഒരു ശിക്ഷണത്തിനെ കൂടെ അല്ലേ വളർന്നത്? എന്താ സംഭവിച്ചിരിക്കുന്നത് നമ്മുടെ സമൂഹത്തിൽ? പാർട്ടിയും ബാക്കി കാര്യങ്ങളൊക്കെ പോകട്ടെ, ഒരു പ്രത്യേകം പാർട്ടിയിൽപ്പെട്ടവർ മാത്രമാണോ മനുഷ്യർ? അല്ലാത്തവരെല്ലാം മൃഗങ്ങളാണോ? അതോ അവർക്ക് ഒരു റൈറ്റുമില്ലേ? ഒരു അവകാശങ്ങളും ചോദിക്കാൻ പാടില്ലേ? നിങ്ങൾ ടീച്ചറായിട്ട് കാണണ്ട, ഒരു സഹജീവിയായിട്ട് കാണണ്ടേ? ഒരു സ്ത്രീയായിട്ട് കാണണ്ടെന്നേ, നിങ്ങളൊരു സഹജീവിയായിട്ട്. അവർക്കും ഈ ബ്ലഡും ഫ്ലഷും ഉള്ളവരാണ്, വേദനയുള്ളവരാണ്, മനസ്സിൽ എന്താ സങ്കടങ്ങളും സന്തോഷങ്ങളും ഉള്ളവരാണെന്ന് ചിന്തിക്കാൻ പോലും കഴിവില്ലാത്തവരെങ്ങനെയാണ് ഒരു നേതാവാൻ പറ്റുക? എനിക്ക് അറിഞ്ഞൂടാ. സത്യത്തിൽ ഞാൻ ഒരു രഹീമിനല്ല കണ്ടത്, എന്നെ ചുറ്റിലും ഒരുപാട് പേര് ഒരു പ്രത്യേകതരം മാനസികാവസ്ഥയിൽ കൂടിയാണ് ഈ കുട്ടികളൊക്കെ കടന്നു പോകുന്നത്. അവർക്ക് എന്ത് സംസാരിക്കുന്നു, എന്തു പറയുന്നു? നമുക്കറിയാലോ TP ശ്രീനിവാസൻ സാറിനെ എടുത്ത് അടിച്ച ഒരു പയ്യനെയൊക്കെ. ഇവർക്കൊക്കെ എങ്ങനെ സാധിക്കുന്നു? തമിഴിൽ ഒരു തിരുക്കുറളുണ്ട്, തന്നെഞ്ചരിവത് പൊയ്യർക്ക പൊയ്ത്ത പിൻ തന്നെഞ്ചേ തന്നെ ചുടും എന്ന് പറഞ്ഞാൽ തനിക്കറിയാവുന്ന കാര്യങ്ങൾ നുണ പറയരുത്. അത് അങ്ങനെ പറഞ്ഞു കഴിയുമ്പോൾ നമ്മുടെ സ്വന്തം മനസ്സ് തന്നെ നമ്മളോട് ചോദിക്കും, എന്ത് മോശമായിപ്പോയി നിങ്ങൾ ചെയ്തതെന്ന്. നമ്മുടെ ഒരു 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 എന്താ പറയുക, ഒരു കുറ്റബോധം, സ്വയം ഒരു ഗിൽട്ട് തോന്നത്തില്ലേ? അപ്പൊ ഇവർക്ക് അങ്ങനെയൊന്നും തോന്നൂല. ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഈ ഏരകം വീട്ടിൽ പോയിട്ട് 1 മിനിറ്റെങ്കിലും ആലോചിക്കത്തില്ലേ, ആ സ്ത്രീയുടെ അടുത്ത് അങ്ങനെ ചെയ്തത് മോശമായി പോയി എന്ന് ചിന്തിക്കത്തില്ലേ? അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതാണ് താൻ എന്ന് അറിഞ്ഞുകൊണ്ട് വേറൊരാൾക്ക് വേണ്ടിയിട്ട് വളരെ ഒരു സേവിയറായിട്ട് വന്ന് സംസാരിക്കാൻ പോകുമ്പോൾ ഒരു ഉളുപ്പും ഒരു ലജ്ജയും തോന്നത്തില്ലേ? എനിക്കറിഞ്ഞൂടാ, ഇതൊക്കെ എന്തൊരു മാനസികാവസ്ഥയാണ്. ഇവരൊക്കെ എന്തൊക്കെ വേഷങ്ങളാണ് കെട്ടുന്നതെന്നൊന്നും ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. ഇവരെയാണ് അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ യങ് ജനറേഷൻ കുറേ പേര് ഒരു ഐഡിയൽ ലീഡറായിട്ട് കണ്ട് അതേപോലെ ഇമിറ്റേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത്. എനിക്ക് ഒത്തിരി പേരെ അറിയാം.
ഞാൻ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു പയ്യൻ രജിസ്ട്രാറെ കവാലത്ത് ഒറ്റടി. ഒരു SFIക്കാരൻ, അന്നത്തെ ഒരു SFIക്കാരനാണ് ആ പയ്യൻ. അന്ന് ബഷീർ സാറായിരുന്നു. പക്ഷെ അദ്ദേഹത്തിൻ്റെ ഒരു വിശാലത കൊണ്ട് ഒരു കേസ് പോലും കൊടുക്കണ്ട, ആ പയ്യൻ അറിയാതെ ചെയ്തതാണ്, പോട്ടെ ടീച്ചറെ എന്ന് പറഞ്ഞിട്ട് പോയി. പക്ഷെ ആ മനസ്സ് നൊന്തതുണ്ടല്ലോ, ആ നൊന്ത മനസ്സ് നമുക്കൊക്കെ കുറേ വാല്യൂസ് ഉള്ളതാണെന്നേ. അത് ഏത് ജാതിയിൽപ്പെട്ടത്, ഏത് മതത്തിൽപ്പെട്ടവരായാലും കർമ്മ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. ആ കർമ്മ ഒക്കെ അവരെ വിട്ടു പോകത്തില്ല. ഇതൊക്കെ കുട്ടികൾക്കും അല്ലെങ്കിൽ ഈ നേതാക്കൾക്കൊക്കെ പറഞ്ഞു തരാൻ ആരും ഇല്ലേ? ഇതൊന്നും ഇല്ലാത്തതാണോ നമ്മുടെ സമൂഹം? എനിക്ക് പേടിയാവുകയാണ് ഇനി നമ്മുടെ മക്കളൊക്കെ ഈ സമൂഹത്തിൽ എങ്ങനെ സർവൈവ് ചെയ്യാൻ പോകുന്നു എന്നൊക്കെ. എനിക്ക് എന്താ പറയാ, ഞാനിപ്പോൾ അമേരിക്കയിലാണ്. നമ്മൾ കേരളത്തെ ദൂരത്തിൽ നിന്ന് കണ്ടു നോക്കുമ്പോൾ നമ്മൾ സ്വയം വലിയ ആൾക്കാരാണ് അവകാശപ്പെടുകയും പക്ഷെ യഥാർത്ഥത്തിൽ അങ്ങനെയല്ല എന്ന് തിരിച്ചറിയുകയും ചെയ്യുന്നതൊക്കെ കാണുമ്പോൾ സത്യസന്ധമായിട്ടൊരു വിഷമമുണ്ട്. ഇത് തിരിച്ചറിയണം. എല്ലാവർക്കും പേടിയാണെന്നേ. ആരും എതിർത്ത് പറയാനോ അല്ലെങ്കിൽ തിരിച്ചു നിന്ന് നിങ്ങൾ ചെയ്യുന്നത് തെറ്റാണെന്ന് ഉറക്കെ പറയാനോ എല്ലാവർക്കും പേടിയാ. എന്തായാലും ഒരു ദിവസം മരണമുണ്ട്. എല്ലാവരും ഇങ്ങനെ പേടിച്ച് എല്ലാം ഈ തിരിച്ചു പറയുക അല്ലെങ്കിൽ തിരിച്ചു ചോദിക്കുക എന്നുള്ളത് വയലൻസിൽ കൂടി വേണമെന്നില്ലെന്നേ. വളരെ സൗമ്യമായിട്ട് തന്നെ ഒരു എന്താ പറയുക, നോൺ വയലൻസ് ആയിട്ട് തന്നെ പ്രതികരിക്കാം. അതിന് നമുക്ക് ഒരുപാട് വഴികളുണ്ടല്ലോ. അവരോട് പറയണം, നിങ്ങൾ ഈ പറയുന്നത് തെറ്റാണ്, നിങ്ങൾ ഈ പറയുന്നത് പൊള്ളത്തരമാണ്, ഇങ്ങനെ ചെയ്യരുത് എന്ന് പറയാം. നമ്മളോട് മക്കളോടും പറയണം. ഇല്ലെങ്കിൽ നമ്മൾ നശിച്ചുകൊണ്ടിരിക്കുകയാണെന്നുള്ള തിരിച്ചറിവ് ഉണ്ടായിരിക്കണം. എനിക്ക് ഇത്രയും കാര്യങ്ങൾ നിങ്ങളോട് പറയണമെന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഈ സുമേഷ് എൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ ഞാൻ തീർച്ചയായിട്ടും ഒരു ബൈറ്റ് അയച്ചു തരാമെന്ന് പറഞ്ഞത്. അത്രമാത്രം നിങ്ങൾക്ക് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല. ഈ 100-200 പേരുടെ പീഡനം കഴിഞ്ഞ് ഞാൻ പുറത്തു വന്നപ്പോൾ അവിടുത്തെ ഓഫീസേഴ്സ് പറഞ്ഞതാ, വിജി ഇതൊക്കെ ഇവിടെ പതിവാണ്, അതങ്ങ് മറന്നേക്ക്. ഇതിങ്ങനെയൊക്കെ സാധിക്കുന്നത് ഒരു മനുഷ്യനെ, സിദ്ധാർത്ഥനെ അടിച്ചു കൊന്നതുപോലെ എന്നെ മാനസികമായിട്ട് പീഡിപ്പിച്ചു കൊന്നു, ശാരീരികമായിട്ട് ഉപദ്രവിച്ചു, അതിലാസ്വദിച്ചു. ഇവരെങ്ങനെ ഞാൻ വെറുതെ വിടാൻ പറ്റും? എനിക്ക് അതുകൊണ്ട് ഒരുപാട് നഷ്ടങ്ങളുണ്ടായി. പക്ഷെ എന്നാലും ഞാൻ അതിന് പോയപ്പോൾ ഒരു കേസ് പോലും എടുത്തില്ല. എന്ത് സംവിധാനമാണ് നമുക്ക്? നിങ്ങൾക്കറിയാമോ, അതിനുശേഷം കോടതിയിൽ കൊണ്ടുപോയി ഞാൻ ഗവർണറെ കണ്ട് ഒരു കേസ് രജിസ്റ്റർ ചെയ്യിപ്പിച്ചിട്ട് ആ കേസ് കോടതിയിൽ പോയപ്പോൾ ഗവൺമെന്റ് ഈ കേസ് വാദിച്ചിട്ട് കഴമ്പില്ല എന്ന് പറഞ്ഞ് ഗവൺമെന്റ് ഒരു അപ്പീൽ പോയി, മീൻസ് ഒരു പെറ്റീഷൻ കൊടുത്തിരിക്കുകയാണ് വിഡ്രോ ചെയ്യാൻ വേണ്ടിയിട്ട്. ഒരു വിക്ടിമാണ് ഞാൻ. വിക്ടിമിനെ സപ്പോർട്ട് ചെയ്യേണ്ട ഗവൺമെന്റ് അതിനെതിരായിട്ട് ആ കേസിൽ കഴമ്പില്ലാതെ നടത്തിയിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞ് ഗവൺമെന്റ് പോയതിന് കോടതിക്ക് മനസ്സിലായി, അത് തള്ളുകയൊക്കെ ചെയ്തു. ഞാൻ സ്വന്തം നിലയ്ക്ക് വക്കീൽ വെച്ചാണ് ആ കേസ് വാദിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തൊരു അവസ്ഥയാണെന്നോ ആലോചിക്ക്. ഇവരാണ് വന്ന് സ്ത്രീ സുരക്ഷയെക്കുറിച്ച് ഘോരം സംസാരിക്കുന്നവര്. ഒരു ലജ്ജ തോന്നത്തില്ലേ? തന്നെഞ്ചേ തന്നെ ചുടും എന്ന് പറഞ്ഞ പോലെ തൻ്റെ മനസാക്ഷി തന്നെ തന്നോട് ഒരു ചോദ്യം ചോദിക്കത്തില്ലേ? ഓ ഗാഡ്, ഇത് വല്ലാത്തൊരു മാനസികാവസ്ഥയാണെന്നേ. കമ്മ്യൂണിസം ഒക്കെ പറയുന്നത് കൊള്ളാം. കമ്മ്യൂണിസം എന്ന് പറഞ്ഞാൽ സ്വന്തം റിസോഴ്സ് പോലും ഈക്വലായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക എന്നുള്ള ഒരു വിശാല ചിന്താഗതിയല്ലേ. അതൊക്കെ എങ്ങനെ ഇവർക്ക് ഓപ്പോസിറ്റിലുള്ള ഒരാൾ തന്നെ പോലെ ഒരു സഹജീവിയാണെന്ന് തിരിച്ചറിയാൻ പോലും ചെയ്യാതെ ആ മനുഷ്യർക്ക് വേദനയുണ്ട്, അവരെ അടിക്കുമ്പോൾ വേദനയ്ക്ക്, അവരെ കൊല്ലുമ്പോൾ തെറ്റാണെന്നുള്ള ഒരു മോറൽ പോലും ഇല്ലാത്ത ആൾക്കാര് എന്ത് പാർട്ടി നടപ്പിലാക്കുന്നത്? എന്ത് തത്വമാണ് ഇവർക്കൊക്കെ ഉള്ളത്? എങ്ങോട്ടാണ് ഈ പോകുന്നത്? എന്ത് ധാർഷ്ട്യമാണ്? ഞാൻ പറയുന്നൊക്കെ അനുസരിച്ച് നിങ്ങൾ വിചാരിക്കണ്ട ഒരു പർട്ടിക്കുലർ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർ മാത്രമല്ലെന്നേ. ഈ ഒരു ചിന്താഗതിയുള്ള അല്ലെങ്കിൽ ഈ ഐഡിയോളജിയിലുള്ള സ്റ്റുഡൻസ് ആവട്ടെ, ടീച്ചേഴ്സ് യൂണിയൻ ആവട്ടെ, ബാക്കിയുള്ള ഏത് സംഘടനകളാവട്ടെ, ഇതേ ഒരു ധാർഷ്ട്യ മനോഭാവമാണെന്നേ. നമ്മൾ പറയുന്ന അനുസരിച്ചില്ലെങ്കിൽ ഞാൻ കാണിച്ചു തരാം എന്ന്. ഇതെങ്ങനെയാണ് സാധിക്കുന്നത്? ഒരു സെക്കൻഡ് ഒന്ന് എംപതൈസ് ചെയ്യണ്ടേ? ഞാൻ ഓപ്പോസിറ്റിലുള്ള ഒരാളുടെ മാനസികാവസ്ഥയിലായിരുന്നെങ്കിൽ എന്തായിരിക്കുമെന്ന് ഒരിക്കലെങ്കിലും ചിന്തിച്ചാൽ ഈ ഒരു നിലപാടെടുക്കുമോ? എനിക്കറിഞ്ഞൂടാ. നമ്മൾ സ്വയം പറയുന്നു എല്ലാവരും പഠിച്ചവരാണ്,
അല്ലെങ്കിൽ ചിന്തിക്കാൻ കഴിവുള്ളവരാണ്, പ്രബുദ്ധരാണ് എന്നൊക്കെ എന്ത് പൊള്ളത്തരാണെന്നറിയാമോ? സത്യസന്ധമായിട്ട് പറയുവാണെങ്കിൽ നമ്മൾ ഒരാളുടെ ഒരു ക്രിട്ടിസൈസ് ചെയ്യുമ്പോൾ ആ ക്രിട്ടിസൈസ് ചെയ്യുന്നതിനകത്ത് എന്തെങ്കിലും കഴമ്പുണ്ടോ എന്ന് ചിന്തിക്കണം. അപ്പോഴാണ് നമ്മൾ സ്വയം പ്രബുദ്ധരാണെന്ന് അവകാശപ്പെടാൻ പറ്റും. ആ ക്രിട്ടിസിസത്തിൽ എന്തെങ്കിലും കഴമ്പുണ്ടോ എന്ന് നോക്കണം. അല്ലാതെ ക്രിട്ടിസൈസ് ചെയ്യുന്ന ആളെ ഇല്ലാതാക്കി കളയാന്നുള്ള നിലപാട് എന്തൊരു ബാർബേറിയസ് ആയിട്ടുള്ളൊരു നിലപാടാണ്. ഈ നിലപാടിനെ കുറിച്ച് പ്രതികരിക്കാൻ പോലും നമുക്ക് കഴമ്പില്ലാത്തവരായിട്ട് വെറും മണ്ണുകളായിട്ട്, കളിമണ്ണുകളായിട്ട് മാറിക്കൊണ്ടിരിക്കുക നമ്മൾ. അതിനെതിരെ ഒന്ന് പ്രതികരിക്കണം. ഞാൻ എല്ലാവരുടെ അടുത്തും എന്താ പറയുക, ആഹ്വാനം ചെയ്യുന്നില്ല നമുക്ക് എല്ലാവരും അങ്ങ് എന്താ പറയുക ഒരു സോഷ്യൽ ഒരു എന്താ പറയുക റൈറ്റ് ഉണ്ടാക്കണം, അങ്ങനെയൊന്നും അല്ല. പക്ഷെ നമ്മുടെ അളവിൽ തന്നെ ക്രിട്ടിസൈസ് ചെയ്യാനും അല്ലെങ്കിൽ തെറ്റ് കണ്ടാൽ ചോദിക്കാനും പ്രതികരിക്കാനായിട്ടൊക്കെ മുതിരണം എന്നേ. ഇല്ലെങ്കിൽ കാലം അധപ്പതിച്ച് കഴിഞ്ഞ് എനിക്ക് ഇവരോടൊക്കെ കാണുമ്പോൾ സഹതാപമാണ് തോന്നുന്നത്. ദൈവത്തെ ഓർത്ത് നിങ്ങളൊന്നും ഇങ്ങനെ വന്ന് പൊതുവേദിയിലൊക്കെ പറയാതെ, മോശമാണ്. നിങ്ങൾക്ക് അതിനുള്ള അർഹതയില്ലെന്നേ. അയ്യോ, എനിക്ക് അത്രയ്ക്ക് വിഷമായി. അപ്പം ശരി, ഓക്കെ, താങ്ക് യു സോ മച്ച് ഫോർ പേഷ്യൻ്റ് ഹിയറിംഗ്. ഒരു കാര്യത്തിൽ അഭിമാനവും സന്തോഷവുമുണ്ട്. ഇവൻ്റെയൊക്കെ മുന്നിൽ നട്ടെല്ല് വളയ്ക്കാതെ നിന്ന് പൊരുതുന്ന ഡോക്ടർ വിജയലക്ഷ്മിയെക്കുറിച്ച് ഓർത്താം. കേസ് ഇപ്പോഴും കോടതിയുടെ മുമ്പിലുണ്ട്. ഒരു ചുക്കും സംഭവിക്കില്ല എന്നറിയാം. എങ്കിലും ഡോക്ടർ വിജയലക്ഷ്മി സമൂഹത്തിന് നൽകുന്ന പ്രചോദനവും ഊർജവും ചെറുതല്ല. നമ്മുടെ സമൂഹം ഇവരോടൊപ്പം നിൽക്കണം. കാരണം പ്രതികരണശേഷിയില്ലാത്ത രാഷ്ട്രീയക്കാരൻ്റെ മുന്നിൽ കുനിഞ്ഞോച്ചാനിച്ചു നിൽക്കുന്ന ജനങ്ങളുള്ള നാട്ടിൽ ഇങ്ങനെയുള്ള ചിലർ ഉണ്ടാകണം. അതൊരു പ്രതീക്ഷയാണ്.